നമസ്കാരം. ഒരു മണ്ഡലത്തിന്റെ ഭാവി അതാരാണ് തീരുമാനിക്കുന്നത്? കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരാണോ? അതോ അവിടത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും അതിലൊളിഞ്ഞിരിക്കുന്ന കണക്കുകളാണോ? ഇന്ന് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തെയാണ്. പക്ഷെ ഇതൊരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വിശകലനമല്ല, അല്ലേയല്ല. പകരം ഡേറ്റ വെച്ച് ഒരു ഭരണ സംവിധാനത്തെ എങ്ങനെ കീറിമുറിച്ച് പഠിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് എന്നത് ജയവും തോൽവിയും മാത്രമല്ല, അത് നല്ല ഭരണത്തിനു വേണ്ടിയുള്ള ഒരു ഡാറ്റാ എഞ്ചിനീയറിംഗ് കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ വിശകലനത്തിൽ 5 ഭാഗങ്ങളുണ്ട്. നമ്മൾ തളിപ്പറമ്പിലെ ആളുകളുടെ പ്രശ്നങ്ങളിൽ നിന്ന് തുടങ്ങും, പിന്നെ കണക്കുകൾ എന്തു പറയുന്നു എന്ന് നോക്കും, അവസാനം കൃത്യമായൊരു കർമ്മപദ്ധതിയിലേക്കെത്തും. നമുക്ക് തുടങ്ങാം. ഏതൊരു വിശകലനവും തുടങ്ങേണ്ടത് അവിടത്തെ മണ്ണിൽ നിന്നും മനുഷ്യരിൽ നിന്നുമാണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് തളിപ്പറമ്പിലെ ജനങ്ങളുടെ ജീവിതത്തെ ശരിക്കും ബാധിക്കുന്ന കാര്യങ്ങൾ? നമുക്കൊന്ന് നോക്കാം. തളിപ്പറമ്പിന്റെ ഭൂമിശാസ്ത്രം നോക്കിയാൽ തന്നെ അവിടുത്തെ വെല്ലുവിളികൾ നമുക്ക് മനസ്സിലാക്കാം. തീരദേശമുണ്ട്, ഇടനാടുണ്ട്, പിന്നെ മലയോര മേഖലയുമുണ്ട്. ഈ 3 തരം ഭൂപ്രകൃതിയും അവിടുത്തെ റോഡുകൾ, വെള്ളം, മറ്റ് സൗകര്യങ്ങൾ എന്നിവയെ നേരിട്ട് ബാധിക്കുന്നു. അതായത് മലയോരത്തൊരു പഞ്ചായത്തിലെ റോഡിന്റെ പ്രശ്നമായിരിക്കില്ല തീരദേശത്തൊരു ഗ്രാമത്തിലെ പ്രശ്നം. രണ്ടും രണ്ടാണ്. ഇനി അവിടുത്തെ സാമൂഹിക ഘടന നോക്കൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏകദേശം 56% ഹിന്ദുക്കൾ, 24% മുസ്ലിമുകൾ, പിന്നെ 20% ക്രിസ്ത്യാനികൾ. ഇങ്ങനെ പല തട്ടുകളിലുള്ള ഒരു സമൂഹമാണ് തളിപ്പറമ്പിലേത്. ഒരു നേതാവിന് ഈ ഓരോ വിഭാഗവുമായും സംസാരിക്കാനും അവരുടെ ആവശ്യങ്ങൾ അറിയാനും കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ വിജയിക്കാൻ കഴിയൂ. ശരി, അപ്പോൾ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ 2 എണ്ണമാണ്. ഒന്ന്, ദേശീയപാത 66മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. എപ്പോഴും ബണ്ടിടിഞ്ഞ് വെള്ളം കയറുന്നു. 2, അതിലും ഗുരുതരമായ തൊഴിലില്ലായ്മ. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നവരിൽ വലിയൊരു വിഭാഗത്തിന് ജോലിയില്ല. ഈ 2 കാര്യങ്ങളും സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഈ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് നേരെ കണക്കുകളിലേക്ക് പോകാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ നമ്പറുകൾ. ഈ നമ്പറുകൾക്ക് നമ്മളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. 2011 2021 തമ്മിലുള്ള കണക്കുകൾ നോക്കൂ. രാഷ്ട്രീയമായി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാണ്. LDFന്റെ വോട്ട് ഷെയർ ഏകദേശം അതേപോലെ നിൽക്കുന്നു. വളരെ ചെറിയൊരു കുറവ് മാത്രം. എന്നാൽ UDFന്റെ കാര്യം അങ്ങനെയല്ല. അവർക്ക് ഏകദേശം 4% ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വോട്ടുകൾ എങ്ങോട്ട് പോയി? അവിടെയാണ് BJPയുടെ ചിത്രം വരുന്നത്. അവരുടെ വോട്ട് വിഹിതം ഇരട്ടിയിലധികമായി. 4.34% ഒരു വലിയ കുതിപ്പ്. ഈ ഡേറ്റയിലെ പ്രധാന ട്രെൻഡുകൾ ഈ ചാർട്ടിൽ വ്യക്തമായി കാണാം. LDF ഇപ്പോഴും ശക്തമാണ്, സംശയമില്ല. പക്ഷെ അവരുടെ ലീഡ് കുറഞ്ഞുവരികയാണ്. അതേസമയം UDFന് അടിത്തറ നഷ്ടപ്പെടുന്നു. BJPയുടെ ഈ വളർച്ചയെ നമുക്കൊരു പ്രതിഷേധ വോട്ടായി കാണാവുന്നതാണ്. 2021 പോളിംഗ് ശതമാനം കണ്ടോ? 83.58%. ഇതൊരു ചെറിയ കാര്യമല്ല. തളിപ്പറമ്പിലെ ജനങ്ങൾ നിസ്സംഗരല്ല, അവർ കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇതൊരു പൊതുപ്രവർത്തകന് ഒരേ സമയം അവസരവും വെല്ലുവിളിയുമാണ്. ഇവിടെയാണ് നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾ പ്രസക്തമാകുന്നത്. കാര്യങ്ങൾ അറിഞ്ഞ് ഉത്തരവാദിത്വത്തോടെ സംസാരിക്കാനും പ്രതികരിക്കാനുമുള്ള ഓരോ പൗരന്റെയും അവകാശമാണ് ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഉയർന്ന പോളിംഗ് ആ അവകാശത്തിന്റെ ഒരു പ്രഖ്യാപനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട ഈ ഡേറ്റയിലെ മാറ്റങ്ങൾ, അതും നാട്ടിലെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? എന്തുകൊണ്ടാണ് വോട്ടർമാർക്കിടയിൽ ഈ ഒരു അതൃപ്തി വളരുന്നത്? നമുക്ക് നോക്കാം. ഇതൊരു ഉദാഹരണം മാത്രമാണ്. പരിഹാരം പഞ്ചായത്തിലെ CH നഗർ. അവിടുത്തെ ആളുകൾക്ക് ദേശീയപാത ഉപരോധിക്കേണ്ടി വന്നു. കാരണം അവരുടെ വീടുകളിൽ ചെളിവെള്ളം കയറുന്ന പ്രശ്നം ആരും പരിഹരിച്ചില്ല. ഇത് ഭരണ സംവിധാനത്തിന്റെ ഒരു പരാജയമാണ് തുറന്നുകാണിക്കുന്നത്. അതുപോലെ തന്നെ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിലും ഒരു സംഭവമുണ്ടായി. ദേശീയപാതയുടെ നിർമ്മാണത്തിന് കൊണ്ടുവന്ന മണ്ണ് ഇടിഞ്ഞ് ഒരു റെസിഡൻഷ്യൽ കോളനിയിലേക്ക് വീണു. വീടുകളിലൊക്കെ വെള്ളം കയറി. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഭരണകൂടത്തിന് കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായും വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങും. പ്രശ്നങ്ങൾ ദേശീയപാതയിൽ മാത്രം ഒതുങ്ങുന്നില്ല. മലയോര മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. ഗ്രാമങ്ങളിലെ റോഡുകൾ മോശമാണ്. മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. പിന്നെ കുടിവെള്ള പ്രശ്നങ്ങളും. ഇതെല്ലാം ജനങ്ങളെ ഒരുപോലെ അലട്ടുന്ന വിഷയങ്ങളാണ്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എവിടെയാണ് ഈ വിശ്വാസ തകർച്ച തുടങ്ങുന്നത്? ജനങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും തുടർച്ചയായി പരാജയങ്ങളുണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് ഭരണത്തിലുള്ള അവരുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുന്നത്? ശരി,
നമ്മൾ പ്രശ്നങ്ങളെല്ലാം വിശകലനം ചെയ്തു. ഇനി ജനവിധി നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരു നേതാവിനും ഉപയോഗിക്കാവുന്ന പ്രായോഗികമായ ഒരു കർമ്മപദ്ധതിയിലേക്ക് നമുക്ക് കടക്കാം. ഇതിനെ നമുക്ക് ചതുർമുഖ തന്ത്രമെന്ന് വിളിക്കാം. 4 തൂണുകളുള്ള ഒരു പ്ലാൻ. 1. ആക്രമണം. അതായത് NH-66 പോലുള്ള ഭരണപരാജയങ്ങളെ ശക്തമായി ജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടുക. 2. സ്ഥിരത. നിലവിലുള്ള ക്ഷേമ പദ്ധതികൾ തുടരും എന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകുക. 3. നവീകരണം. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. 4. സംരക്ഷണം. ജനങ്ങളുടെ സുരക്ഷയും വന്യമൃഗശല്യം പോലുള്ള പ്രാദേശിക പ്രശ്നങ്ങൾക്ക് പരിഹാരവും. ഈ 4 കാര്യങ്ങൾ. പക്ഷേ ഈ രൂപരേഖ വിജയിക്കണമെങ്കിൽ എല്ലാവർക്കും ഒരേ വാഗ്ദാനം നൽകിയിട്ട് കാര്യമല്ല. ഓരോ വിഭാഗത്തിനും വേണ്ടത് എന്താണോ അത് നൽകണം. യുവാക്കൾക്ക് ജോലിയാണ് വേണ്ടത്, കർഷകർക്ക് സാങ്കേതിക സഹായവും പിന്തുണയുമാണ് വേണ്ടത്, പ്രവാസികൾക്ക് പുതിയ അവസരങ്ങളാണ് വേണ്ടത്. ഇങ്ങനെ ഓരോ വിഭാഗത്തെയും ലക്ഷ്യം വെക്കണം. ഈ രീതിയിൽ ചിട്ടയായി പ്രവർത്തിക്കുമ്പോൾ അത് വെറും വാഗ്ദാനങ്ങൾക്കപ്പുറം ജനങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും. വിശ്വാസം കെട്ടിപ്പടുക്കുക എന്നതാണ് പ്രധാനം. ഒരു നേതാവിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അന്തസ്സ് പ്രതിഫലിക്കണം. ആ വിശ്വാസത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഓരോ പൗരന്റെയും സ്വകാര്യതയെ മാനിക്കുക എന്നത്. ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ ഡേറ്റാ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം ജനങ്ങളുടെ സമ്മതമില്ലാതെ അവരുടെ വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. വിശ്വാസം നേടുന്നത് എപ്പോഴും സുതാര്യതയിലൂടെയായിരിക്കണം. അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക: ജനവിധി നേടുന്നത് വാഗ്ദാനങ്ങൾ കൊടുത്തതുകൊണ്ടല്ല, അത് പ്രവർത്തിച്ച് തെളിയിച്ച് തെളിവുകൾ നിരത്തി നേടിയെടുക്കുന്നതാണ്. ഒരു ജനപ്രതിനിധിയുടെ യഥാർത്ഥ വിജയം ജനങ്ങളുടെ വിശ്വാസം നേടുന്നതിലാണ്. നിങ്ങൾക്ക് ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ നിയോജകമണ്ഡലത്തെ ഉയരങ്ങളിൽ എത്തിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ blueprintstrategies.ai-യുമായി mgr@blueprintstrategies.ai എന്ന ഇമെയിലിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ 08042041602 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയം ലക്ഷ്യങ്ങൾക്കപ്പുറം.